ബഹ്റിനിൽ വിദേശികളായ ജോലിക്കാർക്ക് രാജ്യത്ത് പ്രവേശിക്കുന്നതിന് സ്വഭാവ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന വ്യവസ്ഥ പാർലമെന്റിൽ പാസാക്കി. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം നടപ്പാക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ രാജ്യത്ത് കടന്നുകൂടി ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണമെന്ന നിർദ്ദേശം ഉയർന്നത്. ബഹ്റിനിലേക്കുള്ള എല്ലാ വിദേശ തൊഴിലാളികളുടെയും പ്രവേശനം പരിശോധിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ്. എമിഗ്രേഷൻ ആൻഡ് പാസ്പോർട്ട് നിയമത്തിന്റെയും തൊഴിൽ നിയമത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്നും നിർദ്ദേശമുയർന്നിട്ടുണ്ട്. പാർലമെന്റിൽ പാസാക്കിയ ഈ ബിൽ ഇനി ശൂറ കൗൺസിലിന്റെ പരിഗണനയ്ക്കായി അയച്ചിട്ടുണ്ട്. ദുബായിൽ തൊഴിൽ തർക്കങ്ങളിൽ 10 ദിവസത്തിനകം പരിഹാരമുണ്ടാക്കുന്ന നടപടികൾക്ക് തുടക്കമായി. ഇതിനായി മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയത്തിന് കീഴിൽ 6 പുതിയ പദ്ധതികളാണ് തുടങ്ങിയത്. തൊഴിൽ തർക്കങ്ങൾ ദ്രുതഗതിയിൽ പരിഹരിക്കാനുള്ള പുതിയ സംരംഭങ്ങൾ നടപ്പാക്കാൻ 6 പ്രത്യേക സംഘങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. തൊഴിൽ തർക്കം സംബന്ധിച്ചുള്ള നടപടികളുടെ സമയം കുറയ്ക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതനുസരിച്ച് തൊഴിലാളികളുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ പരാതിയുടെ പരിശോധന, തുടർ അന്വേഷണം എന്നിവയെല്ലാം വേഗത്തിലാക്കും. കോടതിയിലെത്താതെ തന്നെ പരിഹാരമുണ്ടാക്കാൻ ഈ പദ്ധതികൾ സഹായകരമാകുമെന്ന് തൊഴിൽകാര്യ വകുപ്പ് ഡയറക്ടർ മുഹമ്മദ് അഹമ്മദ് മുബാറക് പറഞ്ഞു. തൊഴിൽ തർക്കങ്ങൾ വേഗം പരിഹരിക്കാൻ നടപ്പിലാക്കുന്ന 6 സംരംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രീൻ റൂമാണ്. ദുബായ് കോടതിയുടെ പ്രവർത്തനത്തിന് സമാനമായ ഈ സംരംഭം മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും. നിയമവിദഗ്ധരുടെ ഇടപെടലുകൾ ഒന്നുമില്ലാതെ ഇരു കക്ഷികൾക്കും പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള സാഹചര്യമാണ് ഗ്രീൻ റൂം ഒരുക്കുന്നത്. തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം നൽകാൻ ലീഗൽ അഡ്വൈസ് എന്ന സംരംഭവും തുടങ്ങും. കൂടാതെ ഇതുവഴി തൊഴിലാളികളുടെ തർക്കം സംബന്ധിച്ച നിയമപരമായ ചോദ്യങ്ങൾക്ക് 2 ദിവസത്തിനകം മറുപടി നൽകാനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്. പുതിയ നടപടിക്രമങ്ങളുടെ ഭാഗമായി മൊബൈൽ കോടതിയും നിലവിൽ വരും. ദുബായ് കോടതിയുമായി സഹകരിച്ച് മന്ത്രാലയത്തിന്റെ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് മൊബൈൽ കോടതി പ്രവർത്തിക്കുക. തൊഴിൽ തർക്കങ്ങൾ ഉടനടി പരിഹാരമുണ്ടാക്കാൻ ഇതുവഴി സഹായകരമാകും. തൊഴിൽ തർക്കം പരിഹരിക്കാൻ പരമാവധി 1 മാസത്തെ കാലയളവാണ് ഇപ്പോൾ എടുക്കുന്നത്. പുതിയ സംരംഭങ്ങൾ പ്രാവർത്തികമാകുന്നതോടെ പരിഹാരങ്ങൾ കണ്ടെത്താൻ 10 ദിവസങ്ങൾ മാത്രം മതിയാകും. മാതൃഭൂമി ന്യൂസ്, ദുബായ്. കുവൈത്തിലെ ഖറാഫി നാഷണൽ കമ്പനിയിലെ 500ഓളം ഇന്ത്യൻ തൊഴിലാളികളെ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് കമ്പനി അധികൃതർ കുവൈത്തിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ദുരിതത്തിലായ തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പ് ഇന്ത്യൻ സ്ഥാനപതിയും സംഘവും സന്ദർശിച്ചു. കമ്പനി അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. 11 മാസമായി ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട് പലതവണ സമരത്തിലേർപ്പെട്ട തൊഴിലാളികളാണ് കൂട്ടത്തോടെ രാജി സമർപ്പിച്ച് നാട്ടിൽ പോകാൻ കാത്തിരിക്കുന്നത്. മലയാളികളടക്കം 100 കണക്കിന് ഇന്ത്യൻ തൊഴിലാളികൾ ശമ്പളമില്ലാതെ താമസ സ്ഥലത്ത് ദുരിതത്തിലായതും തൊഴിലാളികൾ പലതവണ പണിമുടക്കിയതടക്കമുള്ള വാർത്തകൾ മുമ്പ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യൻ എംബസി അധികൃതരും കമ്പനി അധികൃതരും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയായിരുന്നു. 11 മാസമായി ശമ്പളം ലഭിക്കാത്ത അവസ്ഥയിലാണ് തൊഴിലാളികൾ കൂട്ടത്തോടെ രാജി സമർപ്പിച്ച് നാട്ടിൽ പോകാൻ തയ്യാറാവുന്നത്. 6 മാസമായി രാജി സമർപ്പിച്ച് കാത്തിരിക്കുന്നവരും നാട്ടിൽ പോകാൻ ഇതുവരെ കഴിയാത്ത അവസ്ഥയിലാണ് തുടരുന്നത്. മലയാളികളടക്കം 500 ഇന്ത്യക്കാർ താമസിക്കുന്ന കമ്പനിയുടെ ഷുവൈക്ക് ക്യാമ്പ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിനും എംബസി ലേബർ വിഭാഗം മേധാവി USCBയും സന്ദർശിച്ച് കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. അടിയന്തരമായി നാട്ടിലേക്ക് പോകേണ്ടവർ, പ്രത്യേകിച്ചും അസുഖമുള്ളവരെ പ്രത്യേക പരിഗണന നൽകി നാട്ടിലേക്ക് പോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് എംബസി അധികൃതരെ കമ്പനി അറിയിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. കുവൈത്തിലേക്കുള്ള നഴ്സസ് റിക്രൂട്ട്മെന്റ് സർക്കാർ ഏജൻസി സംവിധാനം തെലങ്കാന ടോംകോം വഴിയുള്ള റിക്രൂട്ട്മെന്റ് അട്ടിമറിക്കുന്നു. കേരളത്തിൽ നോർക്കയ്ക്ക് പിന്നാലെയാണ് ടോംകോം റിക്രൂട്ട്മെന്റ് സംവിധാനവും അനധികൃത ഇടപെടൽ കാരണം അട്ടിമറിച്ചിരിക്കുന്നത്. കുവൈത്തിലെ സ്വകാര്യ കമ്പനിക്ക് വേണ്ടി റിക്രൂട്ട്മെന്റിന് തയ്യാറല്ലെന്ന് ടോംകോം ഇന്ത്യൻ എംബസി അറിയിച്ചു. കുവൈത്തിലേക്കുള്ള നഴ്സസ് റിക്രൂട്ട്മെന്റ് സർക്കാർ ഏജൻസി സംവിധാനം അട്ടിമറിക്കാൻ കേരളത്തിൽ നോർക്കയ്ക്ക് പിന്നാലെ തെലങ്കാന ഓവർസീസ് മാൻ പവർ കമ്പനി ലിമിറ്റഡ് ടോംകോ വഴിയുള്ള റിക്രൂട്ട്മെന്റും അട്ടിമറിക്കുന്നതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസിയെ അറിയിച്ചു. കുവൈത്തിൽ കരാർ ലഭിച്ച കമ്പനിയും ഇന്ത്യയിലെ സ്വകാര്യ കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാട് തിരിച്ചറിഞ്ഞതോടെയാണ് തെലങ്കാന ടോംകോം റിക്രൂട്ട്മെന്റ് നടപടിയിൽ നിന്നും ഒഴിവാകുന്നത്. കുവൈത്തിലെ കമ്പനിക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്താൻ തയ്യാറല്ലെന്ന് ടോംകോ കുവൈത്തിലെ ഇന്ത്യൻ എംബസിയെ ഇക്കാര്യം അറിയിച്ചു. റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായി കുവൈത്തിൽ നിന്നും അധികൃതർ ഹൈദരാബാദിൽ എത്തിയപ്പോഴാണ് ഇടപാടുകൾ സംബന്ധിച്ചുള്ള അവ്യക്തത തെലങ്കാന ടോംകോ മനസ്സിലാക്കുന്നത്. ഇതോടെയാണ് കുവൈത്തിലെ കമ്പനിക്ക് വേണ്ടി റിക്രൂട്ടിംഗ് ടോംകോ തയ്യാറല്ലെന്ന് അറിയിച്ചത്. 2015 ഒക്ടോബറിലാണ് കുവൈത്തിലേക്കുള്ള നഴ്സസ് റിക്രൂട്ട്മെന്റ് സംവിധാനം ഏജൻസികൾ വഴി മാത്രമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ തീരുമാനമുണ്ടായത്. ഇന്ത്യൻ എംബസിയിലെ ഈ മൈഗ്രേറ്റ് സംവിധാനത്തിലൂടെ മാത്രമേ ഇന്ത്യയിൽ നിന്നും നഴ്സുമാരെ കുവൈത്തിലേക്ക് റിക്രൂട്ടിംഗ് അനുവദിക്കുകയുള്ളൂ. ഇത്തരത്തിൽ നോർക്ക, ടോംകോ എന്നീ സർക്കാർ ഏജൻസികൾ വഴി നടത്തിയ ശ്രമമാണ് അനധികൃത ഇടപെടൽ കാരണം അട്ടിമറിച്ചിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്.
കുവൈത്ത് എയർവേസിന് നഷ്ടപരിഹാരമായി $500 ദശലക്ഷം ഇറാഖ് എയർവേസ് നൽകണം. 1990-ലെ അധിനിവേശകാലത്ത് സദ്ദാമിന്റെ സേന തട്ടിക്കൊണ്ടുപോയി നശിപ്പിച്ച കുവൈത്ത് എയർവേസ് വിമാനങ്ങൾക്കുള്ള നഷ്ടപരിഹാരമാണ് കുവൈത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1990-ലെ അധിനിവേശത്തെ തുടർന്ന് സദ്ദാമിന്റെ സേന നശിപ്പിച്ച കുവൈത്ത് എയർവേസ് വിമാനങ്ങൾക്കുള്ള നഷ്ടപരിഹാര കണക്കാണ് $500 ദശലക്ഷം. ഇത് സംബന്ധിച്ച് ഇരു വിമാന കമ്പനികളുടെയും അധികൃതർ തമ്മിൽ ചർച്ച തുടരുകയാണെന്നും അധികം വൈകാതെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുമെന്നും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാദേശിക ദിനപത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം $300 ദശലക്ഷം പണമായി ഇറാഖ് എയർവേസ് കുവൈത്ത് എയർവേസിന് നൽകാമെന്ന് നേരത്തെ ധാരണയിലെത്തിയിരുന്നതായും ബാക്കി വരുന്ന $200 ദശലക്ഷം ഇരു വിമാന കമ്പനികളും സംയുക്തമായി ആരംഭിക്കാനിരിക്കുന്ന സംരംഭത്തിനുള്ള പ്രാഥമിക മുതൽ മുടക്കായി കണക്കാക്കുമെന്നുമായിരുന്നു മുൻ ധാരണ. എന്നാൽ സംയുക്ത സംരംഭ പദ്ധതി ഉപേക്ഷിക്കപ്പെടുകയും മുഴുവൻ തുകയും നഷ്ടപരിഹാരമായി ഇറാഖ് എയർവേസ് നൽകണമെന്നുമാണ് കുവൈത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. അതേസമയം 1991-ൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ രൂപീകൃതമായ UN നഷ്ടപരിഹാര സമിതിയാണ് 1990-ലെ അധിനിവേശത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നിർണയിച്ചത്. ഇറാഖിലെ എണ്ണ വരുമാനത്തിന്റെ 5% ഇതിനായി മാറ്റിവെച്ചാണ് ഇറാഖ് നഷ്ടപരിഹാര തുക കണ്ടെത്തിയിരുന്നത്. എന്നാൽ നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധം ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുവൈത്ത് എയർവേസ് ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാര തുക എത്രയും വേഗം നൽകുന്നതിന് ഇറാഖ് എയർവേസ് സന്നദ്ധമാവുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. 5ാം പനി, മീസിൽസ്, മുണ്ടിനീര് തുടങ്ങിയ രോഗങ്ങൾ ഒമാനിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിനുമായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം 2ാം ഘട്ടത്തിലേക്ക്. മെയ് 14-ന് ആരംഭിച്ച 1ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ് വൻ വിജയമായിരുന്നുവെന്നും പൂർണ്ണമായും സൗജന്യമായി നൽകുന്ന ഈ കുത്തിവയ്പ്പിന് എല്ലാവരും സഹകരിക്കണമെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഒമാനിൽ താമസിച്ചു വരുന്ന 20 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള സ്വദേശികളും ഒപ്പം വിദേശികളായ സ്ഥിരതാമസക്കാരും 5ാം പനി, മീസിൽസ്, മുണ്ടിനീര് എന്നിവയെ പ്രതിരോധിക്കുന്നതിനുള്ള കുത്തിവയ്പ് നിർബന്ധമായും എടുത്തിരിക്കണം. 2 ഘട്ടങ്ങളിലായാണ് കുത്തിവയ്പ് ക്യാമ്പയിൻ ക്രമീകരിച്ചിരിക്കുന്നത്. ക്യാമ്പിന്റെ ആദ്യഘട്ടം ദോഫാർ, അൽവുസ്ത എന്നീ ഗവർണറേറ്റുകളിൽ മെയ് 14-ന് ആരംഭിച്ച് 20-ന് അവസാനിച്ചിരുന്നു. സെപ്റ്റംബർ 10-ന് ആരംഭിച്ച് 16-ന് അവസാനിക്കുന്ന 2ാം ഘട്ടം മസ്കറ്റ് അടക്കം രാജ്യത്തിന്റെ മറ്റ് ഗവർണറേറ്റുകളിലും നടത്തപ്പെടുമെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 2 ദശലക്ഷം പേരിലേക്ക് കുത്തിവയ്പ് എത്തിക്കാനാണ് ആരോഗ്യ മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നത്. ആദ്യഘട്ട കുത്തിവയ്പ് നടന്ന ദോഫർ ഗവർണറേറ്റിൽ 14,15,000 പേർ കുത്തിവയ്പ് നടത്തിയിരുന്നു. അൽവുസ്ത ഗവർണറേറ്റിൽ 21% വാക്സിനേഷൻ പ്രഥമഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ രാജ്യത്ത് 44 പേർക്കാണ് 5ാം പനി പിടിപെട്ടത്. 2016-ൽ 114 പേർക്ക് രോഗബാധ ഏറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പ്രതിരോധ കുത്തിവയ്പ് രാജ്യത്തെ ആരോഗ്യമേഖലയ്ക്ക് വളരെയേറെ ഗുണം ചെയ്യും. പ്രതിരോധ കുത്തിവയ്പ്പിനെ ഗൗരവമായി കണക്കിലെടുത്ത് രാജ്യത്ത് താമസിച്ചു വരുന്നവർ അതത് പ്രദേശങ്ങളിലെ സർക്കാർ നിർദ്ദേശിക്കുന്ന സമയത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി കുത്തിവയ്പ് എടുക്കണമെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. ബഹ്റിനിൽ ബാലനിയമത്തിൽ കുട്ടികളായി പരിഗണിക്കാനുള്ള പ്രായപരിധി 15-ൽ നിന്നും 18-ആയി ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശം പാർലമെന്ററി സമിതി തള്ളിക്കളഞ്ഞു. നിലവിലുള്ള നിയമം വ്യവസ്ഥ ചെയ്യുന്ന പിഴ, പുനരധിവാസം, പുനരുദ്ധരിക്കൽ തുടങ്ങിയ എല്ലാ വ്യവസ്ഥകളും പ്രായപരിധി ഉയർത്തുന്നതോടെ അട്ടിമറിക്കപ്പെടുമെന്നും ബാലനിയമത്തിന്റെ തത്വശാസ്ത്രത്തിന് വിരുദ്ധമായി തീരുമെന്നും സമിതി ചൂണ്ടിക്കാട്ടി. പ്രായപരിധി ഉയർത്തുന്നത് രാജ്യത്ത് നിലവിലുള്ള ബാലനിയമത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി തീരുമെന്നും സമിതി വിലയിരുത്തുന്നു. 10 ദിവസത്തിനിടെ സൗദിയിലെ ഖത്തീഫിൽ സുരക്ഷാ ഭടന്മാർക്ക് നേരെ 4 ഭീകരാക്രമണങ്ങൾ നടന്നതായി ആഭ്യന്തര മന്ത്രാലയം. ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടതായും മന്ത്രാലയം വ്യക്തമാക്കി. കിഴക്കൻ പ്രവിശ്യയിലെ സൈഹാത്തിൽ സുരക്ഷാ സൈനികരും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രിയാണ് സൈനികരും ഭീകരരും ഏറ്റുമുട്ടിയത്. സ്വദേശികളായ ജഫർ ബിൻ ഹസൻ അൽ മുബൈരിഖ്, സാദിഖ് ദർവീഷ്, ബഹ്റൈൻ പൗരൻ ഹസൻ മഹ്മൂദ് അലി അബ്ദുള്ള എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് ആഭ്യന്തര മന്ത്രാലയം വക്താവ് മേജർ ജനറൽ മൻസൂർ അൽ തുർക്കി പറഞ്ഞു. ഖത്തീഫിലും ദമാമിലുമുണ്ടായ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കുള്ളവരാണ് കൊല്ലപ്പെട്ടത്. സുരക്ഷാ ഭടന്മാരെയും സ്വദേശികളെയും വിദേശികളെയും ആക്രമിച്ചതിന് ഇവർക്കെതിരെ കേസ് നിലവിലുണ്ട്. പോലീസ് സ്റ്റേഷൻ, ചെക്ക് പോയിന്റുകൾ, വ്യവസായ കേന്ദ്രങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തിയതിന് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചവരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ വർഷം 9 ഭീകരരുടെ പേരുകളും ചിത്രങ്ങളും ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു. കൊല്ലപ്പെട്ട 3 പേർ ഈ പട്ടികയിലുള്ളവരാണ്. വ്യാഴാഴ്ച ഖത്തീഫിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ സുരക്ഷാ സൈനികൻ മുഹമ്മദ് ഹുസൈൻ ഹസാസി കൊല്ലപ്പെട്ടിരുന്നു. മറ്റൊരാക്രമണത്തിൽ 2 സ്പെഷ്യൽ എമർജൻസി ഫോഴ്സ് ഭടന്മാരും കൊല്ലപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, റിയാദ്.
ദുബായിലെ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന നോൾ കാർഡുകൾ ഇനി മുതൽ കടകളിലും ചെറുകിട സ്ഥാപനങ്ങളിലും ഉപയോഗിക്കാം. ദുബായിയെ സ്മാർട്ട് സിറ്റിയാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നോൾ കാർഡുകളുടെ ഈ ഉപയോഗം. തുടക്കത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 1000 കടകളിലും ചെറുകിട സ്ഥാപനങ്ങളിലുമാണ് നോൾ കാർഡുകൾ ഉപയോഗിക്കാൻ കഴിയുക. ഈ വർഷം അവസാനത്തോടെ 5000 ഇടങ്ങളിൽ നോൾ കാർഡുകൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താൻ കഴിയുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ കോർപ്പറേറ്റ് ടെക്നോളജി സപ്പോർട്ട് സർവീസ് CEO അബ്ദുള്ള അൽ മാദിനി പറഞ്ഞു. RTA പുതിയ വാർത്ത തങ്ങളുടെ ട്വിറ്റർ പേജിലൂടെയാണ് അറിയിച്ചത്. ദുബായിലെ മെർക്കുറി പേയ്മെന്റ് സർവീസസ് LLC ആണ് നോൾ കാർഡുകൾ ഇത്തരം സേവനങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകുന്നത്. ദുബായെ സ്മാർട്ട് സിറ്റി ആക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികളുടെ ഭാഗം കൂടിയാണ് നോൾ കാർഡുകൾ പേയ്മെന്റ് കാർഡുകളായി പരിവർത്തനം ചെയ്യുന്നതെന്നും RTA കൂട്ടിച്ചേർത്തു. നോൾ കാർഡുകളിൽ നിന്നും പണം ഈടാക്കാനുള്ള സംവിധാനങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിൽ ഒരുക്കിയതായും CEO അബ്ദുള്ള അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്. പഞ്ചഗുസ്തിയിൽ കൈക്കരുത്ത് കാട്ടുന്ന പ്രവാസി മലയാളിയാണ് ദുബായിലെ ഫക്രുദ്ദീൻ. UAEയിൽ നിരവധി പഞ്ചഗുസ്തി മത്സരങ്ങളിൽ പങ്കെടുത്ത നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ നെല്ലിശ്ശേരിക്കാരൻ. UAEയിൽ വിവിധയിടങ്ങളിൽ ഹെൽത്ത് ക്ലബ്ബുകൾ നടത്തുകയാണ് ഈ കൈക്കരുത്തുകാരൻ. ദുബായ് പോലീസിലെ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യാനായി 10 വർഷം മുമ്പാണ് ഫക്രുദ്ദീൻ ദുബായിലെത്തിയത്. ജോലി തിരക്കിനിടയിലും ജ്യേഷ്ഠൻ മജീദിൽ നിന്നും പഠിച്ച പഞ്ചഗുസ്തി ഈ നെല്ലിശ്ശേരിക്കാരൻ മറന്നില്ല. +2 കാലം മുതൽ കേരളത്തെ പ്രതിനിധീകരിച്ച് നിരവധി ദേശീയ പഞ്ചഗുസ്തി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇദ്ദേഹം. 4 തവണ നാഷണൽ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനവും നേടി. റാസൽ ഖൈമിൽ നടന്ന UAEയുടെ അന്താരാഷ്ട്ര പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 3 തവണയാണ് ഫക്രുദ്ദീൻ വിജയ കിരീടം കൈക്കരുത്തിൽ നേടിയത്. പഞ്ചഗുസ്തി എന്ന് വെച്ചാൽ ഇവിടെ നാട്ടിലത്തെ റൂൾസ് പോലല്ല ദുബായിലെ റൂൾസ് എന്ന് വെച്ചാൽ തമ്പ് ഈ ആംഗിള് പുറത്ത് കാണിക്കണമെന്നാണ് UAEയിലെ നിയമം. പക്ഷേ നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിൽ റൂൾസ് തമ്പ് ഉള്ളിൽ പിടിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൽബോ പൊക്കാൻ അലൗഡല്ല. മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡറാണ്. ലെഫ്റ്റ് ഹാൻഡ് മത്സരത്തിലാണ് പിന്നെ ഇതുവരെ ആരും പരാജയപ്പെടുത്തിയിട്ടില്ല. പാകിസ്ഥാൻ ചാമ്പ്യൻഷിപ്പായാലും റഷ്യൻ ചാമ്പ്യൻഷിപ്പ് നേടി വന്ന ആളുകളൊക്കെ ആയിട്ട് ഇതുപോലെ UAEയിൽ സൗഹൃദ മത്സരത്തിൽ ഞാൻ തന്നെയായിരുന്നു വിൻ ചെയ്തത്. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് മത്സരം പിന്നീട് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. നാട്ടിലും റൈറ്റ് ഹാൻഡിൽ നിന്നാണ് ഫസ്റ്റ് അടിച്ചിട്ട് വന്നിട്ടുള്ളത്. ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഫക്രുദ്ദീന്റെ പഞ്ചഗുസ്തി പരിശീലനം. ഇത്തരം കായിക ഇനങ്ങൾ ആളുകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും ഈ ജിമ്മൻ പറയുന്നു. ഇടം കൈയ്യനായിരുന്ന ഫക്രുദ്ദീൻ ഇപ്പോൾ വലം കൈയിലും ബലവാനാണ്. പഞ്ചഗുസ്തിയുടെ ഇന്ത്യൻ ടീമിൽ കയറുന്നതിനുള്ള ശ്രമത്തിലാണ് ഫക്രുദ്ദീൻ ഇപ്പോൾ. എൻ്റെ മെയിൻ ആഗ്രഹം വേൾഡ് മത്സരങ്ങളിൽ ഇന്ത്യ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹം. ഇൻഷാ അല്ലാഹ് എനിക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. ഫരീദിയാണ് ഭാര്യ. ഫർദീൻ, അഹമ്മദ് നൈഫ് എന്നിവർ മക്കളാണ്. UAEയിൽ വിവിധ ഹെൽത്ത് ക്ലബ്ബുകളുടെ നടത്തിപ്പുകാരനായും പരിശീലകനായും ഫക്രുദ്ദീൻ ഈ പ്രവാസ നാട്ടിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം ഐപ്പു വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്, ദുബായ്. വൂളി മാമോത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഭീമൻ ആനയുടെ ഫോസിൽ കാഴ്ചക്കാർക്ക് കൗതുകമാകുകയാണ് അബുദാബിയിൽ. മറീന മാളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ആനയുടെ ഫോസിൽ കാണാൻ ദിനംപ്രതി 100 കണക്കിന് ആളുകളാണ് എത്തുന്നത്. ഭീമാകാരമായ ഈ ആനയുടെ ഫോസിൽ ഇതുവരെ കണ്ടെത്തിയ ഏറ്റവും വലുതും പൂർണ്ണവുമായ ഫോസിലുകളിൽ ഒന്നാണ്. 1990-ൽ സൈബീരിയയിലെ ഇർത്തിഷിലാണ് വൂളി മാമോത്ത് എന്ന ആനയുടെ അസ്ഥികൂടം കണ്ടെത്തിയത്. 2.5 മീറ്റർ നീളമുള്ള ആനക്കൊമ്പാണ് ആദ്യം കണ്ടെത്തിയത്. 15,000 വർഷം പഴക്കമുള്ള ഇവയ്ക്ക് 13 അടിയിലേറെ ഉയരവും 1 ടൺ തൂക്കവുമുണ്ട്. ജർമ്മൻ ജന്തുശാസ്ത്ര വിദഗ്ധരാണ് ഫോസിലിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയത്. മാമോത്ത് ആനയെക്കുറിച്ചുള്ള വിവരണം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ത്രിമാന ചിത്രവും മറീന മാളിൽ ഒരുക്കിയിട്ടുണ്ട്. മറീന മാളിൽ വന്നപ്പോൾ എനിക്ക് എലിഫന്റിന്റെ ഈ ഫോസിൽ കണ്ടപ്പോൾ എനിക്ക്
ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയി തോന്നിപ്പോയി. ഇത് എന്നെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. 7 മീറ്റർ വരെ നീളമുള്ള കൊഴിയുന്ന കട്ടിയുള്ള മുടിയും ഇവയുടെ പ്രത്യേകതകളാണ്. ഒരു ദിവസം 300 കിലോഗ്രാം ഭക്ഷണവും 160 ലിറ്റർ വരെ വെള്ളവുമാണ് മാമോത്ത് ആനകൾക്ക് വേണ്ടത്. അബുദാബി മറീന മാളിലെ മാമോത്ത് ഫോസിൽ സന്ദർശകർക്കായി ഇവിടെ സ്ഥിരമായിട്ടുണ്ടാകും. സമീർ കല്ലറ, മാതൃഭൂമി ന്യൂസ്, അബുദാബി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.